ഒരാളുടെ മരണശേഷം തൻ്റെ അനന്തരാവകാശികൾക്ക് താൻ എഴുതി വെച്ച വിൽപത്രം അതിൻ്റെ മ്യൂട്ടേഷൻ പ്രോസസ്സ് അഥവാ പോക്കുവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നതായി നമുക്കൊക്കെ അറിയാം. ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിൻ പ്രകാരം ഇത്തരത്തിൽ വിൽപത്രം എഴുതി കഴിഞ്ഞാൽ അനന്തരാവകാശികൾക്ക് അത് കിട്ടണമെങ്കിൽ എഴുതി വെച്ച ആളുടെ പേരിൽ മാത്രമല്ല മറ്റ് അവകാശികളെ കൂടെ അറിയിക്കണം എന്നുള്ള ഒരു ക്ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാ റവന്യൂ ഓഫീസുകളിലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ ചില വില്ലേജ് ഓഫീസുകളിലെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ മ്യൂട്ടേഷൻ സംബന്ധമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക്. ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആന്റണി. Out of Court, the Legal Counseling Center, Cochin. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പേരിലേക്ക് നിങ്ങളുടെ മാതാവോ പിതാവോ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അതിൻ്റെ പോക്കുവരവനായിട്ട് വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് മറ്റ് അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറിയിക്കണം, 30 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി വിധി. അവർ വന്ന ശേഷം അവർ ഇത് വായിച്ച് ഇത് കേട്ട് അവർക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ അത് റവന്യൂ ഓഫീസറെ അറിയിക്കണം. ഞങ്ങൾക്ക് ഇതിൽ എതിർപ്പുണ്ട് പറഞ്ഞ് അറിയിക്കണം. അങ്ങനെയുള്ളപ്പോൾ റവന്യൂ ഓഫീസർ പോക്കുവരവ് ചെയ്യാതെ കൺസേൺ ആയിട്ടുള്ള ഒരു കോടതിയിലേക്ക് അത് റെഫർ ചെയ്യപ്പെടും. കോടതിയാണ് പിന്നീട് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതുവരെയൊക്കെ ഓക്കെയാണ്. പക്ഷേ ചില വില്ലേജ് ഓഫീസുകളിലെങ്കിലും ഈ കാര്യത്തെ ഒന്ന് വളച്ചൊടിക്കുകയാണ്. അതായത് നിങ്ങളുടെ വിൽപത്രവുമായിട്ട് ഒരു ഓഫീസിലേക്ക് ചെല്ലുന്നു. നിങ്ങൾ കൂടാതെ 3 അവകാശികളുണ്ടെന്ന് വെക്കുക. ഈ അവകാശികളെ നോട്ടീസ് കൊടുക്കുന്നു. ഇതിൽ ഒരവകാശി വരുന്നില്ല, നോട്ടീസ് കിട്ടി വരുന്നില്ല. ഈ പറഞ്ഞ നമ്മളുടെ ഉദ്യോഗസ്ഥൻ പറയുകയാണ് അത് അയാൾ വരാതെ ഇത് മ്യൂട്ടേഷൻ നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് വെറുതെ പറഞ്ഞതല്ല. എറണാകുളം ചമ്പക്കരയ്ക്കടുത്തുള്ള ഒരു അച്ഛനും ഒരു അമ്മയും മകനും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രശ്നം ഇത് തന്നെയാണ്. 3 സഹോദരിമാരുണ്ട്. അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ അമ്മയുടെ പേരിലേക്ക് കുറച്ച് സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വിൽപത്ര പ്രകാരം. പക്ഷേ ഇതിൽ ഒരു മകൾക്ക് അതിൽ താല്പര്യമില്ല, മകൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വില്ലേജ് ഓഫീസിൽ നിന്ന് നോട്ടീസ് പോയിട്ടും അവരത് വരുന്നില്ല. യഥാർത്ഥത്തിൽ വില്ലേജ് ഓഫീസർ ചെയ്യേണ്ടത് അങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ സമയത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി അപ്പോൾ തന്നെ അയാളുടെ പേരിലേക്ക് അത് മ്യൂട്ടേഷൻ നടത്തി കൊടുക്കണം. കാരണം 30 ദിവസമാണ് നോട്ടീസ് പീരീഡ്. അപ്പോൾ ആ 30 ദിവസത്തിനുള്ളിൽ നോട്ടീസ് കിട്ടിയിട്ടും ഒരാൾ വന്നില്ല എന്നില്ല അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡീംഡ്, അതായത് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത് ഓക്കെ ആണെന്നാണ്. അല്ലാണ്ട് പിന്നെ അയാൾ വന്നില്ല എന്നതിൻ്റെ പേരിൽ എത്ര നാൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും? ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ട്രാൻസ്ഫർ രജിസ്ട്രി ആക്ടിലെ ഒരു പുതിയ അമെൻമെൻറ്റിനായിട്ട് ഗവൺമെൻറ്റിനോട് കോടതി പറഞ്ഞിരിക്കുകയാണ്. വലിയ കാലതാമസമില്ലാതെ തന്നെ ട്രാൻസ്ഫർ രജിസ്ട്രി ആക്ടിൽ മ്യൂട്ടേഷൻ്റെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാകും. അത് നമ്മൾ അറിയിക്കുകയും ചെയ്യും. വിവരാവകാശ പ്രകാരം ആർക്കും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ്. നിയമവകുപ്പിന് നിങ്ങളുടെ വിവരാവകാശ പ്രകാരം ഒരു പേപ്പർ കൊടുത്താൽ മതി. ഈ പറഞ്ഞ പോക്കുവരവ് സംബന്ധിച്ച ട്രാൻസ്ഫർ രജിസ്ട്രി ആക്ടിൻ്റെ അമെൻമെൻറ്റ് ആക്ട് എന്തായി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും അവിടുന്ന് വിവരം കിട്ടും. അങ്ങനെ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ് 30 ദിവസമാണ് കൊടുത്തിരിക്കുന്ന നോട്ടീസ് പീരീഡ്. അതായത് ഞാനിപ്പോൾ ഒരു മ്യൂട്ടേഷനായിട്ട് വില്ലേജ് ഓഫീസറെ വന്ന് കണ്ടു. വില്ലേജ് ഓഫീസർ ബാക്കിയുള്ള ആൾക്കാർക്ക് നോട്ടീസ് അയച്ചു. അവിടെ ആ കൺസേൺഡ് ഓഫീസിൽ നോട്ടീസ് ഒട്ടിച്ചു. ആ നോട്ടീസിൻ്റെ 30 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ലീഗൽ കേസ് മറ്റുള്ളവരുണ്ടെങ്കിൽ അവർ വന്ന് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ അവകാശി അവർക്കത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവർ വന്നില്ല, അവർ വരട്ടെ എന്ന് പറയുമ്പോൾ അതിനൊരു അൺസർട്ടാനിറ്റി ഉണ്ട്. എത്ര നാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ അത്തരത്തിൽ വില്ലേജ് ഓഫീസേഴ്സ് പെരുമാറാൻ പാടില്ല. നിങ്ങളുടെ ഗൈഡ് ലൈനിൽ പ്രത്യേകം അത് പറയുന്നുണ്ട്. 30 ദിവസമാണ് നോട്ടീസ് പീരീഡ്. നിങ്ങൾക്കും പറയാൻ ഡിഫൻസ് അത് തന്നെയാണ്. 30 ദിവസമായിട്ട് അവർ വന്നില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കണക്ക് കൂട്ടി അവർക്കത് എതിർപ്പില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അവർ കോടതിയിൽ പോയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരാൾ വരുമ്പോൾ മറ്റ് അവകാശികളെ നോട്ടീസ് കൊടുക്കുമ്പോൾ 30 ദിവസത്തിനുള്ളിൽ അവകാശികൾ വന്നില്ല എന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കാണോ ആ ബില്ല് കിട്ടിയിരിക്കുന്ന അയാൾക്കത് പോക്കുവരവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു എതിർപ്പുണ്ടെങ്കിൽ പിന്നീട് മറ്റേ പാർട്ടി കോടതിയിൽ പോയിക്കോട്ടെ, അതിൽ വില്ലേജ് ഓഫീസർക്ക് റോളില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് വരുന്ന ഒരു മനുഷ്യൻ്റെ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൻ്റെ കാര്യമാണ്. ഈ ഒരു പ്രോപ്പർട്ടി പോക്കുവരവ് ചെയ്ത് കിട്ടിയിട്ട് വേണം മറ്റു പല ആൾക്കാർ അത് വിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട്. അപ്പോൾ ഈ നിസ്സാരമായിട്ടൊരു ടെക്നിക്കൽ ടൈമിൻ്റെ പേരിലൊക്കെ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. മാത്രമല്ല 30 ദിവസമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന പീരീഡ്. നാളെ ഇനി നിയമം എന്ത് വരും എന്നറിയില്ല. ഇപ്പോൾ കറണ്ട് അവസ്ഥയിൽ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ ഒരാൾ നോട്ടീസ് നൽകിയിട്ടും വന്ന് അയാളുടെ NOC നൽകിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്ഷൻ അറിയിച്ചാൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പോക്കുവരവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നുകൂടെ പബ്ലിക് മനസ്സിലാക്കിയിരിക്കുക. Out of Court.
The Legal Counseling Center, Cochin. Legal awareness make you more power.